എന്തായിരിക്കും ആ ഇല എന്നുള്ളത്? ഞാൻ ഒരുപാട് കമൻറ്റ് പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എനിക്കൊരു കമൻറ്റ് കിട്ടിയിട്ടോ. അതിങ്ങനെയാ, ഓലയാണോന്ന്. ഓലയല്ല കേട്ടോ. ആ കമൻറ്റ് ചെയ്ത ആളെപ്പോലെ ആദ്യം ഞാൻ ചിന്തിച്ചതും ഓല തന്നെയാണ്. ഓലയാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ എഴുതാൻ. പക്ഷെ ഓല സ്കൂളിലേക്ക് എടുത്തോണ്ട് പോകണല്ലോ. അതാലോചിച്ചപ്പോൾ ഓല എന്നുള്ള ഇത് ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ അടുത്തത് എന്ത്? കുറേ ആലോചിച്ച് പിന്നെ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയാണ് വാഴയില. വാഴയിലയെ കുറിച്ച് ഒരുപാട് എഴുതാനുണ്ടല്ലോ. വാഴയിലയെ കുറിച്ച് ഞാൻ ഒരുപാട് എഴുതി. വീട്ടുകാരും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ വാഴയിലയെ കുറിച്ചൊക്കെ എഴുതാൻ. എന്നിട്ട് ഒരു വാഴയില കഷ്ണം കൊണ്ടുപോവുകയും ചെയ്തു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചെറിയ ചെറിയ ഇല ചൂസ് ചെയ്ത് അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ മാത്രമേ ഇത്തിരി വലിയ ഇല എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം ടീച്ചർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. എല്ലാ അപ്രീസിയേഷനും എല്ലാം കഴിഞ്ഞ് ടീച്ചർ ആ വാഴയിൽ എനിക്ക് എന്തൊക്കെയോ എഴുതി തന്നു കേട്ടോ. എന്താ എഴുതിയെന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കണില്ല. ഒത്തിരി മുന്നേ നടന്ന സംഭവമല്ലേ. പിന്നെ ആ വാഴയില ഞാൻ കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ചു കേട്ടോ. ഇലയല്ലേ, അത്ര ഇല ആയുസ് കാണും. തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് സ്കൂളിൽ ഇതുപോലെ വല്ല ടാസ്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.